കോയി തിരക്കാണോ? നമുക്ക് ബാംഗ്ലൂർ റോഡ് വരെ ഒന്ന് പോയാലോ? ഓക്കെ ബാ, ഡ്രസ്സ് ചെയ്ത് മതി. ബാംഗ്ലൂർ റോഡിൽ പോകുന്ന പറഞ്ഞ് കുറ്റിയും പറിച്ച് ഇറങ്ങിയതാണ്. രാവിലെ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് വന്നതാണേ. അപ്പം ബാംഗ്ലൂർ റോഡെന്ന് പറയാൻ വലുതായിട്ടൊന്നുമില്ല, ജസ്റ്റ് കുറേ കടകളും കച്ചവടക്കാരും കൂടുതൽ കപ്പിൾസിനൊക്കെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ബാംഗ്ലൂർ റോഡെന്ന് പറയുന്നത്. അപ്പം അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം. ഞങ്ങളാണെങ്കിൽ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, അതിനോട് നല്ല മഴക്കോളുണ്ടായിരുന്നു. കുഞ്ഞിനെ വീട്ടിൽ വെച്ചിട്ടാണ് വന്നത്, ശങ്കരൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പം കൊള്ളാം, അവിടുത്തെ നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞിട്ട് വരുന്നവരും കുറേ കപ്പിൾസും. നമ്മളങ്ങോട്ടൊന്നും പോകില്ല, അവിടെ ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല, ആർക്കും വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ആടി കുറേ നേരം അവിടെയൊക്കെ നിന്നപ്പം നല്ല മഴക്കോളും ഇതൊക്കെയുള്ള. അമ്മയാണെങ്കിൽ കിടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു, കുഞ്ഞ് കരയുന്നുണ്ടെന്ന്, പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞാൽ അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു. ജസ്റ്റ് ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് കണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വരാറുള്ളതാണ്. പിന്നെ ഇന്ന് ഫുള്ള് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിനെ വെച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. അതിന് നല്ല മഴക്കോളും ഉണ്ടായിരുന്നു. അതൊക്കെ പോണേ. സ്കൂട്ടറുണ്ട്. ചങ്കിടാ ചങ്കിടാ. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ ബാംഗ്ലൂർ റോഡ്. എന്തോ കഴിക്കുന്നു. ശങ്കരൻ വന്നപ്പോൾ തൊട്ട് അമ്മയെ കടന്ന് കഴിക്കാമെന്ന് പറയുമായിരുന്നു. ഉപ്പിലിട്ടതും പിന്നെ പലഹാരങ്ങളായാലും കട്ട്ലേറ്റും കാര്യങ്ങളൊക്കെ ആ ചേച്ചി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് കഴിഞ്ഞാൽ അതൊന്നും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഗൈസ്, അമ്മ അറിയാൻ ഞങ്ങളെ വഴക്ക് പറയും. ഞങ്ങൾക്ക് പുറത്ത് പോയാൽ ഒരു നാരങ്ങ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം, ഞങ്ങൾ ശീലമായിപ്പോയി. അപ്പം ഞങ്ങൾ സർബത്തും 2 കട്ട്ലേറ്റും കഴിച്ചിട്ടാണ് വന്നത്. അമ്മ കണ്ട് ഞങ്ങൾ വഴക്ക് പറയും. രാവിലെ ഒന്നാമത് തൊണ്ടയ്ക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് വന്നു. ഞങ്ങളോട് വന്നിട്ടുണ്ടെങ്കിൽ ശങ്കരനും ഇപ്പോൾ ശീലമായി. എവിടെ പുറത്ത് പോയാലും അവനെ വെളിയിൽ നിന്ന് കഴിച്ചിരിക്കണം. അവന് വെളിയിൽ നിന്ന് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടവും. അപ്പം അവൻ നല്ലതായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ സർബത്തും കട്ട്ലേറ്റൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട്. നല്ല മഴയും ചാറുന്നുണ്ടായിരുന്നു. അപ്പം അവനെ മഴ നനയ്ക്കാൻ പാടില്ല, ഒന്നാമത് പനി കഴിഞ്ഞിട്ടിരിക്കുക. ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.